അടുത്തതായി പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റുകൾ. പോസ്റ്റ് ഫെർട്ടിലൈസേഷന് മുമ്പ് നമ്മൾ പറഞ്ഞു ഗാമറ്റോജെനിസിസ്, ഗാമറ്റ് ട്രാൻസ്ഫർ ആൻഡ് ഫെർട്ടിലൈസേഷൻ. പ്രീ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു. മൂന്നാമതായി പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റുകൾ. സൈഗോട്ട് ഫോം ചെയ്തതിന് ശേഷമുള്ള ബാക്കി ഇവൻറ്റുകളൊക്കെയാണ് നമ്മൾ പറയുന്നത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്. സോ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടുള്ള ഇവൻറ്റ്, ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സൈഗോട്ട് ഫോർമേഷൻ. സൈഗോട്ട് ഫോർമേഷൻ കഴിഞ്ഞിട്ടുള്ള ഇവൻറ്റുകളെ അത് നമ്മൾ വിളിക്കുന്ന പേരാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്. സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഓർഗാനിസത്തിൻ്റെയും യൂണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് സൈഗോട്ട് ഫോർമേഷൻ. ആ സൈഗോട്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു 2 ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമറ്റുകൾ ഫ്യൂസ് ചെയ്തിട്ടാണ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യുന്നത്. സോ സൈഗോട്ട് എപ്പോഴും എങ്ങനെയായിരിക്കും? ഡിപ്ലോയിഡ്. സോ ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഓൾ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം. എല്ലാ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിൻ്റെ ഒരു യുണീക്ക് ഫീച്ചറാണ് ഫോർമേഷൻ ഓഫ് ഡിപ്ലോയിഡ് സൈഗോട്ട്. ഈ ഡിപ്ലോയിഡ് സൈഗോട്ട് നമ്മൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ഫെർട്ടിലൈസേഷൻ ഇൻസൈഡ് ദ ബോഡി നടക്കാം, ഔട്ട്സൈഡ് ദ ബോഡി നടക്കാം. സോ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് മീഡിയം എവിടെയാണ്? വാട്ടറിൽ വെച്ചിട്ടാണ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന വാട്ടറിൽ വെച്ചാണെങ്കിൽ സൈഗോട്ട് എവിടെയാണ്? ഡെഫിനറ്റ്ലി സൈഗോട്ട് എവിടെയാണ് ഫോം ചെയ്യുക? വാട്ടറിലായിരിക്കും. സോ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഓർഗാനിസത്തിൻ്റെ ബോഡിയിലൊക്കെ സൈഗോട്ട് ഫോർമേഷൻ എവിടെയായിരിക്കും? എക്സ്റ്റേണൽ മീഡിയം അഥവാ വാട്ടറിലായിരിക്കും. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതിലേക്കായിരുന്നു? ഫിഷ്, ഫ്രോഗ്, ബോണി ഫിഷസ്, അതിലൊക്കെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് സൈഗോട്ട് ഉണ്ടാവുന്നത് വാട്ടറിൽ വെച്ച് തന്നെയും. അപ്പോൾ നമ്മളൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള ഓർഗാനിസത്തിന് പ്രിഡേറ്റേഴ്സ് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അവരുടെ സർവൈവൽ ചൈൽഡ്ഹുഡ് വരെ അല്ലെങ്കിൽ ആ ഒരു അഡൾട്ട്ഹുഡ് വരെ എത്തുന്ന ആ സർവൈവൽ വളരെ ലെസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് മാക്സിമം നമ്പർ ഓഫ് ഓഫ് സ്പ്രിങ്സിനെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്രയും പ്രൊഡ്യൂസ് ചെയ്താൽ ഫൈനലി കുറച്ചെങ്കിലും അവരിൽ അവശേഷിക്കുകയുള്ളൂ. ഇനി സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതാണ് നമ്മൾ പറയുന്ന പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. സൈഗോട്ട് ഉണ്ടായി എന്ത് സംഭവിക്കും? സൈഗോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് ആണ് എംബ്രിയോ ഫോർമേഷൻ. എംബ്രിയോ ഫോർമേഷൻ്റെ ഭാഗമായിട്ട് സൈഗോട്ട് കുറേ ലൈഫ് സൈക്കിളിലൂടെ കടന്നു പോകണം. ഫോർ എക്സാമ്പിൾ സൈഗോട്ട് ചേഞ്ചസ് ഇൻ ടു എംബ്രിയോ. അതാണ് എംബ്രിയോ ജെനിസിസ് എന്ന് പറയുന്നത്. എംബ്രിയോ ജെനിസിസ്. എംബ്രിയോ ജെനിസിസ് കഴിഞ്ഞിട്ടാണ് ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസം ആയിട്ട് മാറുന്നത്. സോ സൈഗോട്ട് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ നെക്സ്റ്റ് ലൈഫ് സൈക്കിൾ ഡിപ്പെൻഡ് ചെയ്യണത് ഓരോ ഓർഗാനിസത്തിനും വേറെ വേറെ ആയിരിക്കും. ലൈഫ് സൈക്കിൾ ഓഫ് ആ പെർട്ടിക്കുലർ ഓർഗാനിസം, അതുപോലെ ആ ഓർഗാനിസം ഏത് എൻവയോൺമെൻറ്റിലാണ് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കണേ, ഇത് രണ്ടുമാണ് സൈഗോട്ട് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഫേറ്റ് എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ. സോ ലൈഫ് സൈക്കിൾ ഓഫ് ആ പെർട്ടിക്കുലർ ഓർഗാനിസം എങ്ങനത്തെ ലൈഫ് സൈക്കിളിലൂടെയാണ് കടന്നു പോകുന്നത്, അതിൻ്റെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ഏത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിലാണ് അത് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്നത്, ഇത് രണ്ടുമാണ് സൈഗോട്ട് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ലൈഫ് സൈക്കിൾ എങ്ങനെയാണെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. സോ നമ്മുടെ ഫംഗൈ അല്ലെങ്കിൽ ആൽഗയിലാണെങ്കിൽ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റും ഒരു തിക്ക് വോള് ഡെവലപ്പ് ചെയ്യും. ആരിലേക്കാണ്? നമ്മുടെ ഫംഗൈ, അതുപോലെ ആൽഗെ. ഇങ്ങനത്തെ ഓർഗാനിസത്തിലൊക്കെ വൺസ് സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഗോട്ടിന് ഒരു തിക്ക് വോൾ ഫോം ചെയ്യും. ആ തിക്ക് വോൾ എന്തിനാന്ന് വെച്ചാൽ അവർക്ക് റെസിസ്റ്റൻ്റ് ആവാനാണ്, ഡാമേജ് വരാതിരിക്കാൻ, അതുപോലെ ഡെസിക്കേഷൻ, ഡ്രൈനെസ് അല്ലെങ്കിൽ ഡാമേജ് ഇതൊക്കെ വരാതിരിക്കാൻ, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൈഗോട്ടിന് ചുറ്റും ഒരു തിക്ക് വോള് ഫോം ചെയ്യുന്നത്. ഇനി ഈ സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കുറച്ച് പീരീഡ് ഓഫ് റെസ്റ്റ് അതിലൂടെ അണ്ടർഗോ ചെയ്തിട്ട് നെക്സ്റ്റ് ജെർമിനേഷനിൽ വരും. സോ സൈഗോട്ട് ഒരു പീരീഡ് ഓഫ് റെസ്റ്റ് കഴിഞ്ഞിട്ട് മാത്രമേ അത് ജെർമിനേറ്റ് ചെയ്യുകയുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്തായിരുന്നു? അവരുടെ ലൈഫ് സൈക്കിൾ മെജോറിറ്റി ലൈഫ് സ്പാനും അവർ കടന്നു പോകുന്നത് ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡിയിലൂടെയാണ്. സോ അവരുടെ മെയിൻ പ്ലാന്റ് ബോഡി എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. ഹാപ്ലോയിഡ് എന്താണ്? എൻ കണ്ടീഷനിലുള്ളത്, എൻ ക്രോമസോം കണ്ടീഷനിലെ പ്ലാന്റ് ബോഡിയിലൂടെയാണ് അവരുടെ മെജോറിറ്റി ഓഫ് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് പോകണമെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഓർഗാനിസത്തിനെ വിളിക്കുന്ന പേരാണ്, അവരുടെ ആ ലൈഫ് സൈക്കിളിനെ വിളിക്കുന്ന പേരാണ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. സോ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എങ്ങനെയാണ് സംഭവിക്കണമെന്ന് വെച്ചാൽ അവരുടെ സൈഗോട്ടിന് എന്തൊക്കെ സംഭവിക്കും നോക്കാം. അവരുടെ ബോഡിയിൽ ഉണ്ടാവണ സൈഗോട്ട്, അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്ന സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ട്, സൈഗോട്ട് എപ്പോഴും എങ്ങനെയാണ്?
2n കണ്ടീഷനിലാണ് സൈഗോട്ട് ഉണ്ടാവുക. ഈ 2n കണ്ടീഷനിലെ സൈഗോട്ട് ഡിവൈഡ് ചെയ്യും. പക്ഷെ അവിടെ എന്ത് ഡിവിഷനാണ് നടക്കുക എന്നറിയോ? മിയോസിസ് എന്ന് പറഞ്ഞ റിഡക്ഷൻ ഡിവിഷനാണ് അവിടെ നടക്കുക. സാധാരണയായിട്ട് സൈഗോട്ട് ഉണ്ടാകുമ്പോൾ ഒക്കെ നോർമൽ സെൽ ഡിവിഷനാണ് നടക്കുക. എന്താണ് നോർമൽ സെൽ ഡിവിഷൻ? മൈറ്റോസ്. ബട്ട് ഇവിടെ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളുള്ള ഓർഗാനിസത്തിന്റെ ബോഡിയിലൊക്കെ സൈഗോട്ട് മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷനിലൂടെയാണ് ഡിവൈഡ് ചെയ്തിട്ട് അവരൊരു ഹാപ്ലോയിഡ് സ്പോറായിട്ട് മാറും. അവരൊരു ഹാപ്ലോയിഡ് സ്പോറുകളായിട്ട് മാറും. ഈ ഹാപ്ലോയിഡ് സ്പോറ് വീണ്ടും ഡെവലപ്പ് ചെയ്ത് ഹാപ്ലോയിഡ് ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറും. അവർ ഹാപ്ലോയിഡ് ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറും. അപ്പോൾ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിലൂടെ വരാൻ വേണ്ടിയിട്ട് ഈ സൈഗോട്ട് റിഡക്ഷൻ ഡിവിഷൻ അഥവാ മിയോസിസിലൂടെ കടന്നു പോയിട്ടാണ് ഹാപ്ലോയിഡ് സ്പോറിന് ആ ഹാപ്ലോയിഡ് സ്പോർ ജെർമിനേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഹാപ്ലോയിഡ് ഇൻഡിവിജ്വൽ ആയിട്ട് മാറും. അങ്ങനെ അവരുടെ ലൈഫ് സൈക്കിളിൽ മെജോറിറ്റിയും ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഫേസിൽ അല്ലെങ്കിൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ക്രോമസോം കണ്ടീഷനിലൂടെയാണ് അവർ പോകുന്നത്. അതുകൊണ്ടാണ് അവരെ നമ്മൾ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയാം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ സൈഗോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈഗോട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണക്റ്റിംഗ് അഥവാ വൈറ്റൽ ലിങ്ക് ആണ്. ഒരു ജനറേഷനിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷൻ, സ്പീഷീസുകളുടെ ഒരു ജനറേഷനിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനെ കണക്ട് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിങ്കാണ് നമ്മുടെ സൈഗോട്ട്. വൺ ജനറേഷൻ ടു നെക്സ്റ്റ് ജനറേഷനിലേക്കുള്ള കണക്റ്റിംഗ് ലിങ്ക് എന്നാണ് നമ്മൾ സൈഗോട്ടിനെ പറയാം. അതുപോലെ സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഓർഗാനിസത്തിൻ്റെയും ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സെല്ല് എന്ന് പറയുന്നത് സൈഗോട്ട്. എല്ലാ ഹ്യൂമൻ ബീയിങ്സ് അടക്കമുള്ള എല്ലാ ഓർഗാനിസത്തിൻ്റെയും ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ്. ആ സിംഗിൾ സെല്ലാണ് നമ്മുടെ സൈഗോട്ട്. സോ എല്ലാ ഇൻഡിവിജ്വൽസ് ഓർഗാനിസും അവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട്സ് ഫ്രം എ സിംഗിൾ സെല്ലാണ്. ആ സിംഗിൾ സെല്ലാണ് നമ്മുടെ സൈഗോട്ട്.